ഇത് അഭിനയമാണ് അല്ലേ? കച്ചവടത്തിന് വേണ്ടിയുള്ള അഭിനയമാണ്. പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്. സർവവും യേശുനാഥനായി സമർപ്പണം അല്ലേ? 500 നോട്ട് മാറ്റി വെച്ചിട്ട് 50 രൂപ സ്വത്രാഴ്ച ഇടുമ്പോഴും നമ്മൾ പാടുന്നത് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ അല്ലേ? യേശു എന്നുള്ളത് ഈ ലോകത്തിലെ പേരാ, ഈ ലോകത്തിലെ പച്ചുമേനിക്ക് അല്ലേ യേശുവിൻ്റെ പേരാണ് അനേകർ ഉപയോഗിക്കുന്നത്. എന്നാൽ മശിഹ എന്ന് പറയുന്നത് ഒരൊറ്റയാളേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയം ദൈവവചനം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ക്ലൂ തരാം. 12 അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിലെ 2ാമത്തെ ആളാണ്. പത്രോസിൻ്റെ സഹോദരനാണ്. ആരാ? എങ്ങനെയാ പറഞ്ഞേ? ആ പേരൊന്ന് പറഞ്ഞേ. അന്ത്രയോസ്. നിങ്ങളത് പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വേദഭാഗം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വേദഭാഗം. പിറ്റേനാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. മോനി സിസ്റ്റർ വായിച്ചതും അന്ത്രയോസ് എന്നാണ്. ധാരാളം നാളുകളായിട്ട് നമ്മൾ മലയാളികൾ ഈ പേരിനെ അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ? പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്. എങ്ങനെയാണ് ഈ അന്ത്രയോസ് എന്നുള്ള പ്രയോഗം, ആ പേര് വന്നതെന്ന് അറിയില്ല. ബൈബിളിലെ പല പേരുകളും നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? അന്ത്രയാസ് എന്നാണ് അല്ലേ? പക്ഷേ കാലാകാലങ്ങളിലായി ഞാനും ഇതുവരെയും പ്രസംഗിച്ചു വന്നിരുന്നതും അന്ത്രയോസ് എന്നായിരുന്നു. ആൻഡ്രൂ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി യോഹന്നാൻ അന്ത്രയാസ് എന്ന് പറഞ്ഞിട്ട് ലൂക്കോസ് അന്ത്രയോസ് എന്ന് പറയുന്നുണ്ടോ, അതുകൊണ്ടാണോ? ഇല്ല, ലൂക്കോസും അന്ത്രയാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, മർക്കോസും അന്ത്രയാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നിടത്തും അന്ത്രയാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ നാളുകളായിട്ട് നമ്മൾ ഭൂമി മലയാളമുള്ള കാലത്തോളം നമ്മളെല്ലാവരും അന്ത്രയോസ് എന്നാണ് വിളിച്ചു വന്നത്. അതൊന്ന് തിരുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ ഭംഗിയുള്ളതായ അല്ലെങ്കിൽ വളരെ ശക്തനായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ ഒരു അപ്പോസ്തലനാണ് അന്ത്രയോസ്. അന്ത്രയോസിനെ കുറിച്ച് അധികം ആരും പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്, പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിച്ചാലും ചരിത്രം പഠിച്ചാലും അന്ത്രയാസ് വളരെ ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി നിന്ന അപ്പോസ്തലനാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്നാമൻ, അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ഒന്നാമനായി വരേണ്ട ആളും അപ്രകാരം തന്നെ കർത്താവ് തിരഞ്ഞെടുത്ത ആളുമാണ് അന്ത്രയാസ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അന്ത്രയാസ് എന്ന പേരിൻ്റെ അർത്ഥം പുരുഷത്വമുള്ളവൻ എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരൻ പറയുന്നത് വളരെ ഹാൻസം ആയിരുന്ന മനുഷ്യനായിരുന്നു. പത്രോസിൻ്റെ സഹോദരനായിരുന്നെങ്കിലും പത്രോസിനേക്കാൾ ഭംഗിയുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ജോസീഫസിനെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയാസ്. ഒന്ന് പത്രോസ് ആയിരുന്നു,
മറ്റൊന്ന് അന്ത്രയാസ് ആയിരുന്നു, മറ്റൊന്ന് ഈ സുവിശേഷം എഴുതിയ യോഹന്നാനാണ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിച്ചത് ഈ അന്ത്രയാസിനെ കുറിച്ച് 7 കാര്യങ്ങൾ വളരെ വേഗത്തിൽ കമ്പി വാചകങ്ങളിലൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുരുഷത്വമുള്ളവനായി എന്നാണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ. തൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതും കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ എരിഞ്ഞ് ശോഭിച്ചതായ ഒരു മനുഷ്യനായിരുന്നു അന്ത്രയാസ്. അദ്ദേഹം സുവിശേഷ വേലയിൽ പിന്നീട് കർത്താവിൻ്റെ ക്രൂശീകരണം അടക്ക പുനരുദ്ധാനത്തിന് ശേഷം കർത്താവിന് വേണ്ടി വളരെയേറെ ആത്മാക്കൾ നേടുകയും സഭകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അന്നത്തെ ഭരണാധികാരികൾ അന്ത്രയാസിനെ ക്രൂശിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. പത്രോസിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടാൻ ഞാൻ അർഹനല്ല, അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് പത്രോസിനെ ക്രൂശിച്ചു എന്നാണ് പാരമ്പര്യം അവകാശപ്പെടുന്നത്. അന്ത്രയോസും അതുപോലെ തന്നെ പറയാനായിട്ടിടയായി തീർന്നു. എൻ്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുണന ചിഹ്നത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കുരിശിൽ അദ്ദേഹത്തെ ക്രൂശിച്ച് കൊന്നു എന്നാണ് ചരിത്രം അന്ത്രയാസിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻഡു ടൈപ്പിലുള്ള ക്രോസിന് ആൻഡ്രൂസ് ക്രോസ് എന്നാണ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ആൻഡ്രൂസ് ക്രോസ് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു കുരിശ് കാണാം. അങ്ങനെ ഒരു കുരിശിലാണ് തന്നെ ക്രൂശിച്ചത് എന്നൊക്കെ അതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം അവകാശപ്പെടുന്നു. ഇന്ന് പകൽക്കാലം നമ്മളുടെ ദൈവവചന ധ്യാനത്തിങ്കൽ ഈ അന്ത്രയാസിനെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. എന്തെല്ലാമാണ് കർത്താവിൻ്റെ വചനം അന്ത്രയാസിനെ കുറിച്ച് സാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാം കർത്താവ് വിളിച്ചിരിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാരായി തീരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആദ്യമകാലത്ത് ദൈവഭാഗത്തേക്ക് കടന്നു വന്നവരെ അല്ലെങ്കിൽ ഈ കൃപയിലേക്ക് കടന്നു വന്നവരെ എല്ലാം ശിഷ്യന്മാരെന്നുള്ള ഗണത്തിലാണ് പെടുത്തിയിരുന്നത്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു. അന്ത്രയോസിനെ കുറിച്ച് ഒന്നാമത് പറയാനായിട്ട് സാധിക്കുന്ന കാര്യം ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞത് കേട്ടു എന്നാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഈ അന്ത്രയാസിൻ്റെ ഈ സ്വഭാവം ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് കാണാൻ സാധിക്കും അല്ലേ. അന്ത്രയോസിനെ കുറിച്ച് 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് ആ ശിഷ്യന്മാർ കേട്ടു. അവൻ പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ. ആരെല്ലാമാണ് ആ ശിഷ്യന്മാർ? ഒന്ന് അന്ത്രയാസ് ആണ്, മറ്റൊന്ന് ഈ സുവിശേഷം എഴുതിയ യോഹന്നാനാണ് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പറഞ്ഞത് അവർ കേട്ടു. കേൾക്കുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങൾക്കും എല്ലാം ആവശ്യമായിരിക്കുന്ന ഒന്നാണ് കേൾക്കുക, അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാനായിട്ട് ഇടയായി തീരുക. അവിടെ 37-ാം വാക്യത്തിലും 40-ാം വാക്യത്തിലും അവിടെ എഴുതിയിട്ടുണ്ട് അവർ കേട്ടു അല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഒത്തിരി കേൾക്കുന്നവരാണ്. എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നു, വ്യാഴാഴ്ച കൂടിവരവിൽ കേൾക്കുന്നു, വെള്ളിയാഴ്ച കൂടിവരവിൽ കേൾക്കുന്നു, പിന്നെ ഏതെല്ലാം കൂടിവരവുകളിൽ നമ്മൾ കടന്നു പോകുന്നു അവിടെയെല്ലാം നമ്മൾ കേൾക്കാനായിട്ടിടയായിത്തീരുന്നു. എന്തിനാ കേൾക്കുന്നത്? റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നത് കാണാൻ സാധിക്കും. എന്തിനാ നമ്മൾ കേൾക്കുന്നത്? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത് വിശ്വാസമായി തീരുകയും അനുസരിക്കുവാനുള്ള ആ മനോഭാവത്തോടെ കേൾക്കാനായിട്ടിടയാകണം. ഇവിടെ അന്ത്രയോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ത്രയാസിന് എന്തുണ്ടായിരുന്നു? ഈ ഒരു സ്വഭാവം അല്ലെ, കേൾക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റോമർ 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസം വരുവാനായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് വിശ്വാസമായി പരിവർത്തിക്കുവാനായിട്ട് പരിണമിക്കാനായിട്ടിടയാകണം അല്ലേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ അതനുസരിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് ചെയ്യുവാനുള്ള മനോഭാവത്തോടെ കേൾക്കണം. ഇവിടെ അന്ത്രയാസ് കേട്ടത് എന്ത് ചെയ്തു? അവൻ യോഹന്നാൻ പറഞ്ഞത് കേട്ടപ്പോൾ കർത്താവിനെ പിൻപറ്റി എന്നാണ് നമ്മൾ വായിക്കാനായിട്ടിടയാകുന്നത്. അപ്പോൾ കേൾക്കുക,
അനുസരിക്കാനുള്ള, വിശ്വസിക്കാനുള്ള മനോഭാവത്തെ കൂടെ കേൾക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവൻ എനിക്ക് എങ്ങനെയുള്ള ചെവി തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ചെവി അപ്രകാരമായിരിക്കണം. യെശയ്യാവ് 50:4 മധ്യഭാഗം മുതൽ വായിച്ചാൽ മതി. ഈ ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അല്ലെ, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടത് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരുടെ ചെവി വ്യത്യസ്തമുള്ള ചെവിയാ. നമ്മളൊക്കെ ആരാണ്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാ. ഒരു വാക്ക് കേട്ട്, കർത്താവിനെ കുറിച്ച് കേട്ട്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് അനുഭവിച്ച് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചെവി വ്യത്യസ്തമുള്ളതായിരിക്കണം. അന്ത്രയാസിനെ ഒന്ന് ശ്രദ്ധിച്ച്, അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു. നമ്മൾ കേൾക്കുന്നുണ്ടോ അല്ലേ? നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്. മൈക്കിൻ്റെയൊക്കെ ആ നല്ല ഡെസിബൽ ആ ശബ്ദമുള്ളത് കൊണ്ട് നമ്മൾ നന്നായി കേൾക്കുന്നുണ്ട്. പക്ഷെ ആയ അർത്ഥത്തിലേക്കൊന്ന് നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ടിടയായി തീർന്നിട്ട് നമ്മളൊന്ന് ചോദിച്ചേ, ഞാൻ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച DC ശാമുവേൽ പാസ്റ്റർ വന്ന് ആ ദൈവത്തിൻ്റെ വചനം അതിമനോഹരമായി സംസാരിച്ചു. അല്ലേ, ഞാനിവിടെ ഇല്ലായിരുന്നു, എനിക്ക് മറ്റൊരു ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ഞാൻ അങ്കമാലിയിലായിരുന്നു. എന്നാലും ഞാൻ ആ പ്രസംഗം കേട്ടു. നമുക്ക് ഇന്ന് അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് കേട്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ, 19 വയസ്സുള്ള കർത്താവിൻ്റെ ദാസൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ഞാനത് കേട്ടു. അല്ലേ, നിങ്ങളിൽ പലരും അത് നേരിട്ട് ലൈവായിട്ട് കേട്ടു. പക്ഷെ കേട്ടോ? ഒന്ന് പരിശോധിച്ച് നമ്മൾ അന്ത്രയാസ് ഇവിടെ യോഹന്നാൻ പറഞ്ഞത് കേട്ടു. അല്ലേ, അങ്ങനെ കേൾക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെവി കൊണ്ട് കേട്ടത് കൊണ്ട് ഈ ദൈവവചന ശുശ്രൂഷ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചെവി കൊണ്ട് കേട്ടത് കൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷ കൊണ്ട് പ്രയോജനമില്ല. ചെവി കൊണ്ട് കേട്ടത് കൊണ്ട് നമ്മൾ ഇനി പ്ലറോമയിലല്ല ഏതെല്ലാം ശുശ്രൂഷകൾ പോയിരുന്ന് കേട്ടാലും അത് പ്രയോജനമില്ല. അത് ഹൃദയം കൊണ്ട് കേൾക്കുവാനായിട്ടിടയാകണം. ഇവിടെ അന്ത്രയാസും യോഹന്നാനും കേട്ടത് അവർ ഹൃദയം കൊണ്ട് കേൾക്കാനായിട്ടിടയായി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് അന്ത്രയോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, 1 അവൻ കേൾക്കുന്നവനായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ടു. 2 ആ 37-ാം വാക്യം തന്നെ വീണ്ടും വായിക്കാം. 37. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. 2 യേശുവിനെ അനുഗമിച്ചു. ആമേൻ. They followed Jesus എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവർ യേശുവിനെ അനുഗമിച്ചു. കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അനുഗമിക്കാനായിട്ട് കഴിയണം. They followed Jesus. അവർ യേശുവിനെ അനുഗമിച്ചു എന്നാ. ഇന്നലെ വരെയും അവർ ആരെ അനുഗമിക്കുന്നവരായിരുന്നു? ഇന്നലെ വരെയും അവർ യോഹന്നാൻ സ്നാപകനെ അനുഗമിക്കുന്നവരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അവരോട് പ്രസംഗിച്ചു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇവനാകുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് സത്യത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെ പിൻഗമിക്കുവാനായിട്ട്, അനുഗമിക്കുവാനായിട്ട് അന്ത്രയാസിനിടയായി തീർന്നു. നമ്മൾ എത്രയോ നാളുകളായി ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവരാണ്, പെന്തക്കോസ്തുകാർ എന്ന് പേരുള്ളവരാണ്, വിശ്വാസികൾ എന്ന് പേരുള്ളവരാണ്. നമ്മൾ അന്ത്രയാസിനെ പോലെ കേൾക്കുന്നുണ്ടോ? യോഹന്നാനെ പോലെ കേൾക്കുന്നുണ്ടോ? They followed Jesus. അവർ യേശുവിനെ അനുഗമിച്ചു. അല്ലേ, യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അത് ഞാൻ അതിനെ വിവരിക്കാനൊന്നും പോകുന്നില്ല. അല്ലേ, ഒരാളെ അനുഗമിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ ആ രീതികളെ പിന്തുടരുന്നതിനെയാണ് അനുഗമിക്കുക എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ മുടി വെട്ടും, അല്ലേ? ചില ക്രിക്കറ്റ് താരങ്ങൾ മുടി വെട്ടുന്നത് പോലെ, ചില സിനിമാ താരങ്ങൾ മുടി വെട്ടുന്നത് പോലെ വസ്ത്രധാരണം അങ്ങനെയാക്കി മാറ്റാനായിട്ടിടയായി തീരും. അവരെങ്ങനെയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ നടക്കുന്നത്, അവർ തോള് ചരിച്ച് നടക്കുമ്പോൾ തോള് ചരിച്ച് നടക്കാനായിട്ട് പരിശ്രമിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് അനുഗമിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം അന്ത്രയാസും യോഹന്നാനും ഒക്കെ കർത്താവിനെ അനുഗമിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെ അനുഗമിച്ചു? അവർ കേട്ട് അനുഗമിച്ചു. കേൾക്കുന്നത് ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ
വചനം കേട്ടിട്ട് നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും ഈ കർത്താവിനെ അനുകരിക്കുന്നതായ അവസ്ഥ കടന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രയോജനമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, നമുക്ക് ആ വാക്യങ്ങൾ മുന്നോട്ട് പോകാം. 38 വാക്യം, 37 നമ്മൾ പറഞ്ഞു. അവൻ പറഞ്ഞത് ആ ശിഷ്യന്മാർ കേട്ടു, അവർ യേശുവിനെ അനുഗമിച്ചു. They followed Jesus. ഇനി 38. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ആമേൻ. വളരെ ചിന്താപൂർവം ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ഈ ക്വസ്റ്റ്യൻ കേട്ട് ഏറ്റെടുത്തിട്ടേ ഇവിടുന്ന് കടന്നു പോകാവൂ. കർത്താവ് എന്താ ചോദിച്ചേ? ഒന്നുകൂടെ വായിച്ചു. അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ഡു യു സീക്ക്? ഇന്ന് പകൽക്കാലം ക്രിസ്തീയ സഭയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട്, എന്നോട് നിങ്ങളോടും കർത്താവിന് വളരെ പച്ചയായി ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. വാട്ട് ഡു യു സീക്ക്? അന്ത്രയാസിനോട് കർത്താവ് ചോദിക്കുകയാണ്, വാട്ട് ഡു യു സീക്ക്? നീ എന്താ അന്വേഷിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് കർത്താവിനെ പിൻപറ്റാനായിട്ടിടയായിത്തീരുന്നത്? നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? സഭയിൽ എല്ലാ ഞായറാഴ്ചയും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? സകലവും വിട്ട്, അല്ലേ? പത്രോസിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ സകലവും വിട്ട് എന്നെ പിൻപറ്റിയല്ലോ. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ പടകിനെ വിട്ട്, വലയെ വിട്ട്, മീൻപിടുത്തം എന്നുള്ള നല്ലൊരു ജോബ്, അന്നത്തെ കാലത്ത് നല്ല വരുമാനം ഉണ്ടാകുന്ന മാർഗം വിട്ട് നിങ്ങൾ എന്നെ അനുഗമിച്ചല്ലോ. വാട്ട് ഡു യു സീക്ക്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇന്ന് പകൽക്കാലം ലൈഫ് ഫെലോഷിപ്പിലിരിക്കുന്ന ദൈവമക്കളോട് കർത്താവിൻ്റെ വചനം ചോദിക്കാനിടയായിത്തീരുന്നതും കർത്താവ് തന്നെ ചോദിക്കുന്നത്, വാട്ട് ഡു യു സീക്ക്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈ കർത്താവിൻ്റെ പുറകെ നടന്നാൽ എനിക്ക് രോഗസൗഖ്യം കിട്ടുമെന്നാണോ? ഈ കർത്താവിൻ്റെ കൂടെ നടന്നാൽ എനിക്ക് വീട് കിട്ടുമെന്നാണോ? ഈ കർത്താവിൻ്റെ കൂടെ നടന്നാൽ എൻ്റെ ബിസിനസ് വർദ്ധിക്കുമെന്നാണോ? ഈ കർത്താവിൻ്റെ കൂടെ നടന്നാൽ എൻ്റെ മീൻപിടുത്തം വർദ്ധിക്കുമെന്നാണോ? വാട്ട് ഡു യു സീക്ക്? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാരുടെ എല്ലാം ജീവിതം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഭൗതികമായി കാര്യമായിട്ടൊന്നും അവർ നേടിയില്ല. കാര്യമായിട്ട് നല്ല ഒന്നും തന്നെ അവർ നേടാനായിട്ടിടയായി തീർന്നില്ല. പിന്നെയോ നിത്യജീവന് വേണ്ടിയാണ് അവർ കർത്താവിനെ അന്വേഷിക്കാനായിട്ടിടയായത്. രോഗസൗഖ്യത്തിന്, കേവലം ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, കേവലം ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, കേവലം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലേ? സഭയിൽ വരുന്നത് സ്ഥാനമാനങ്ങൾ തേടിയല്ല, മറ്റൊന്നും നേടിയിട്ടല്ല. വാട്ട് ഡു യു സീക്ക്? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചോദ്യം എന്നെയും നിങ്ങളെയും ചലഞ്ച് ചെയ്യാനായിട്ടിടയാകണം. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത് ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ആ ചോദ്യം എന്നെ ആകർഷിക്കാനായിട്ടിടയായി തീർന്നു, എന്നെ ചലഞ്ച് ചെയ്യാനായിട്ടിടയായി തീർന്നു. മറ്റൊരു പശ്ചാത്തലം വിട്ട് നാളുകളായി യേശുവിനെ പ്രസംഗിക്കുന്ന നീ, വാട്ട് ഡു യു സീക്ക്? നീ എന്താണ് അന്വേഷിക്കാനായിട്ട് ഇടയായി തീരുന്നത്? ചോദിച്ചേ, പരസ്പരം സ്വയം ചോദിച്ചേ. പരസ്പരം ചോദിക്കണ്ട, സ്വയം ചോദിച്ചേ, വാട്ട് ഡു യു സീക്ക്? നീ എന്താ അന്വേഷിക്കുന്നത്? കർത്താവിന് ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് എന്താ കർത്താവ് വാഗ്ദത്തം ചെയ്തത്? കർത്താവിൻ്റെ പുറകെ നടന്നതായ ശിഷ്യന്മാർക്ക് എന്താ ലഭിച്ചത്? രോഗസൗഖ്യം ലഭിച്ചോ? അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനായിട്ടിടയായോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നന്മ അവർക്കുണ്ടായോ? അവർക്കൊരു വീടുണ്ടായോ? അവർക്കൊരു പുതിയ ബോട്ട്, പഴയ ബോട്ട് മാറിയിട്ട് അവർ മീൻപിടുത്തക്കാരാണല്ലോ, ഒരു പഴയ ബോട്ട് മാറിയിട്ട് ഒരു ബെറ്റർ ബോട്ട് അവർക്ക് ലഭിച്ചോ? നത്തിങ്, അല്ലേ? നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും ഉണ്ടായില്ല എന്ന് കാണാൻ സാധിക്കും. എന്നിട്ടും അവർ കർത്താവിനെ പിൻപറ്റി എന്തിനാണെന്നറിയാമോ? നിത്യജീവൻ. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ചിലർ ഏലിയാവെന്നും മറ്റു പലരും മോശയെന്നും ഒക്കെ പറഞ്ഞു. എന്നാൽ പത്രോസ് പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ നിന്റെ പക്കൽ നിത്യജീവനുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റുന്നത് എന്തെങ്കിലും ഭൗതിക നന്മയ്ക്ക് വേണ്ടിയോ രോഗസൗഖ്യത്തിന് വേണ്ടിയോ ചില മെറ്റീരിയലായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, പിന്നെയോ നിത്യജീവന് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റുന്നു.
അപ്പോൾ അന്ത്രയാസിനെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അവൻ പറഞ്ഞത് കേട്ടു, യോഹന്നാൻ പറഞ്ഞതിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ടു. 2, യേശുവിനെ അനുഗമിച്ചു. 3, എന്താണ്, അവനെ എന്ത് ചെയ്തു? അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം അന്ത്രയാസിന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് കർത്താവ് ആ ചോദ്യം ചോദിച്ചത്, അല്ലേ? കർത്താവിനെ കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം അവന്റെ ജീവിതത്തിൽ വന്നു. എന്നിട്ട് അന്ത്രയാസ് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ 38-ാം വാക്യത്തിൽ വായിച്ചേ. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. നീ എവിടെ പാർക്കുന്നു? വേർ ഡു യു സ്റ്റേ? ഇതിന് ഉത്തരം കണ്ടെത്തിയാലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. ഇന്ന് അനേകർ പിന്മാറി പോകുന്നതിന്റെ കാരണം ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം, ഒരു പ്രതിസന്ധി വന്നപ്പോൾ, പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ആ കർത്താവിനെ പഴിച്ച് പിന്മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ അന്വേഷിക്കുന്നത് ആ തെറ്റായ കാര്യങ്ങളാണ് അവർ സീക്ക് ചെയ്യുന്നത്. തെറ്റായ കാര്യങ്ങൾ അവർ സീക്ക് ചെയ്യുന്നത്. കർത്താവ് അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞില്ല, അല്ലേ? ഇവിടെ അന്ത്രയാസിന് ഒരു നല്ല സ്വഭാവമുണ്ട്. കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം അന്ത്രയാസിനുമുണ്ട്. ഈ കർത്താവിനെ ഒന്ന് അറിയണം, ഈ കർത്താവിനെ അറിയണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ കർത്താവിനോട് അന്ത്രയാസ് ചോദിക്കുകയാണ്, ഗുരു, നീ എവിടെ പാർക്കുന്നു? കർത്താവ് എവിടെയാ പാർത്തത്? ആ പാർപ്പിടത്തിൽ അന്ത്രയാസ് അന്നൊരു രാത്രി പാർത്തു എന്നാ താഴെ എഴുതിയിരിക്കുന്നത്, അല്ലേ? കർത്താവിന് ലോകത്തിലായിരുന്നപ്പോൾ ഒരു വീടുണ്ടായിരുന്നില്ല, ഒരു കൊട്ടാരം ഉണ്ടായിരുന്നില്ല, ഉള്ളതുപോലെ ഒന്നും കർത്താവിന് ഉണ്ടായിരുന്നില്ല. കർത്താവ് അന്ത്രയാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവരോട് വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് എൻ്റെ കൂടെ വാ, കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വാ. നിങ്ങൾ എൻ്റെ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എവിടെയാണ് പാർക്കുന്നത്, ഞാൻ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത്, ഞാൻ എന്താണ് ലക്ഷ്യമാക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യതിചലിച്ച് ഒരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ചിന്തിക്കാനായിട്ടിടയായി തീർന്നത്. കർത്താവ് എന്താണോ വാഗ്ദത്തം ചെയ്തത്, കർത്താവ് എന്തിനു വേണ്ടിയാണോ എന്നെയും നിങ്ങളെയും വിളിച്ചത്, കർത്താവ് എന്താണോ തൻ്റെ ശിഷ്യന്മാരോട് വന്ന് കാൺമീനെന്ന് പറഞ്ഞത്, അതിന് വിരുദ്ധമായ ഒന്നിനു പുറകെയാണ് ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങൾ പോകുന്നത്, ഇന്ന് ആളുകൾ പോകുന്നത്. ഒരു പാസ്റ്ററുടെ പ്രസംഗിക്കുന്ന കേട്ടു, പാസ്റ്റർ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ വെക്കുന്ന കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് പാസ്റ്റർ വാ, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളും കേട്ടതാ, അല്ലേ? പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പോയി ഒരു സേമിയ പായസം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഭാര്യ ഉണ്ടാക്കിയ സേമിയ പായസം ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തത്രയും രുചിയുള്ള സേമിയ പായസം. ഷെയ്ം ഓൺ യു, അല്ലേ? എനിക്കത് കേട്ടപ്പോൾ നാണമാ തോന്നിയത്, എനിക്കത് കേട്ടപ്പോൾ ലജ്ജയാ തോന്നിയത്. കാരണം എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിന്റെ ഭാര്യയുടെ സാമ്പാർ നന്നാക്കാനല്ല, നിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന പായസത്തിന് ടേസ്റ്റ് കൂട്ടാനല്ല. എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിനക്ക് വീട് തരാനോ, നിനക്കെന്തെങ്കിലും കാറ് തരാനോ, നിനക്കെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഈ ലോകത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും വസ്തുവൊക്കെ തരാനോ അല്ല. അതെല്ലാം സ്കില്ലുള്ളവർക്ക് സാധിക്കും. നന്നായി പാചകം ചെയ്യണമെങ്കിൽ ആ മനോരമയുടെ ആ പാചക പങ്ക്തി നോക്കിയോ യൂട്യൂബ് നോക്കിയോ പഠിച്ചാൽ നന്നായി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സ്വർഗം തുറന്ന് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. വാട്ട് ഡു യു സീക്ക്? കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടിടയായി തീരുന്നത്, അല്ലേ? അവിടെ അന്ത്രയോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പാർക്കുന്നു? നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വാ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന 39-ാം വാക്യം വായിച്ചേ. അവൻ അവരോട് വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അവൻ വസിക്കുന്ന ഇടം കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു, അല്ലേ? മലയാളത്തിൽ അവനോടുകൂടെ പാർത്തു എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ they remained him with him.
അവനോട് കൂടെ ആയിരുന്നു എന്നാ കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ പാർക്കുന്ന ഇടം കണ്ട അന്ത്രയാസിനും യോഹന്നാനും എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അവനെ വിട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ആമേൻ. ആത്മീയ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവ് പാർക്കുന്ന ഇടം കണ്ടാലുണ്ടല്ലോ, ഈ ലോകത്തിലെ സാമ്പാറോ, ഈ ലോകത്തിലെ ആ ചിക്കൻ കറിയോ, ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും വസ്തുവകയുടെ ടേസ്റ്റ് കൂട്ടി ഇവിടെ ഇങ്ങനെ ജീവിക്കാനുള്ള ആ ത്വര നമ്മൾക്കുണ്ടാകയില്ല. എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം എന്താണ്? ഈ ലോകം വിട്ടു പോകാനുള്ളതായ ഒരു മടിയുള്ളത് കൊണ്ടാണ്. അത് മാറണമെങ്കിൽ എന്ത് സംഭവിക്കാനായിട്ടിടയായിത്തീരണം? ഈ സ്വർഗീയ കാഴ്ചപ്പാട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കണം. അന്ത്രയാസ് ചോദിക്കുകയാണ്, ഗുരു നീ എവിടെ പാർക്കുന്നു? അന്ത്രയാസിനോട് ഗുരു പറയാനായിട്ടിടയായി തീർന്നു, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു വന്ന് കാൺമിൻ. അന്ന് അവനോടുകൂടെ പാർത്തു. 10 മണി നേരമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഏകദേശം 10 മണി നേരമായിരുന്നു. 10 മണി നേരം എന്ന് പറയുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സമയം വെച്ച് വൈകുന്നേരം ഒരു 4 മണി. വൈകുന്നേരം 4 മണിക്കാണ് ഈ 10 മണി എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് അവർ കർത്താവിൻ്റെ കൂടെ കർത്താവ് പാർക്കുന്ന സ്ഥലം കാണാനായിട്ട് പോയി. അന്ന് രാത്രി മുഴുവൻ കർത്താവിനോട് കൂടെ പാർത്തു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് they remained with him. അവനോട് കൂടെ റിമൈൻ ചെയ്തു, അല്ലേ? അവനോട് കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പാർക്കാനായിട്ട്, അവനോട് കൂടെ നിരന്തരമായി പാർക്കുവാനായിട്ട്, ഒരു രാത്രി പാർത്ത് പോയി എന്നല്ല, അവനോട് കൂടെ നിരന്തരം പാർക്കുവാനായിട്ടിടയായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഈ കർത്താവിനോടുകൂടെ നിരന്തരം പാർക്കുന്നതായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കണമെങ്കിൽ അവൻ പാർക്കുന്ന ഇടത്തെക്കുറിച്ചുള്ളതായ ഒരു സ്വർഗീയ കാഴ്ചപ്പാട് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരണം. യേശുവിനോട് കൂടെ ജീവിച്ച പത്രോസിൻ്റെയൊക്കെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു രാത്രി പാർത്ത പത്രോസിൻ്റെ അനുഭവം നമ്മൾ എവിടെ വായിക്കുന്നുണ്ട്? ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കി പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം. കർത്താവ് അവരെയും കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. ഈ വാക്കുകളെ പറഞ്ഞിട്ട് 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോടുകൂടി സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൻ്റെ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവൻ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെ അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും വിഷയമാണ് പിന്നീട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി എന്നുള്ളത് നോക്കിക്കോണം. ഒരു ഉയർന്ന മലയിൽ കയറിപ്പോയി. അവിടെ ഇരുന്ന് അന്ന് രാത്രി മുഴുവൻ അവർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ടു, അല്ലേ? കർത്താവ് രൂപാന്തരപ്പെടാനായിട്ടിടയായിത്തീർന്നു, മറുരൂപപ്പെടാനായിട്ടിടയായിത്തീർന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരാഗ്രഹം. 33-ാം വാക്യത്തിൽ അവരെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്. കർത്താവിനോടുകൂടെ ആ രാത്രിയിൽ ആ മലമുകളിൽ സമയം ചിലവഴിച്ച പത്രോസ് പറയാണ്, ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. They remain with him. അവർ അവനോട് കൂടെ കണ്ടിന്യൂ ചെയ്തു, സ്റ്റേ ചെയ്തു, തുടർമാനമായി താമസിച്ചു. ഒരിക്കൽ പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപ മലയിൽ കർത്താവിനോടുകൂടെ താമസിച്ചു. അവനോടുകൂടെ സമയം ചിലവിട്ടു. അവനോടുകൂടെ സമയം ചിലവിട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇത് നല്ലതാണ്, ഇതൊരു ആത്മീയ ഗുണമുള്ളതാണ്, ഇതൊരു ആത്മീയ മേന്മ തരുന്നതാണ്, ഇതൊരു സ്വർഗത്തിൻ്റെ ഒരു പതിപ്പാണ്. കാരണം അവിടെ യാക്കോബുണ്ട്, പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യേശുക്രിസ്തുവുണ്ട്, ഏലിയാവുണ്ട്, മോശയുണ്ട്. പഴയ നിയമ ഭക്തന്മാരായ മോശയും ഏലിയാവും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അടങ്ങുന്നതായ ഒരു സ്വർഗത്തിൻ്റെ അനുഭവം അവർക്ക് ലഭിക്കാനായിട്ടിടയായി. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. ഒരുമിച്ച് കൂടുമ്പോൾ ആ സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. കൂട്ടായ്മയിൽ സ്വർഗീയ അനുഭവം നമുക്ക് വെളിപ്പെടാനായിട്ടിടയായിത്തീരണം. പരസ്പരം ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കണം. അത് സാധിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു, അല്ലേ? ഞങ്ങൾക്കില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ 3 കുടില്. അതാണ് കർത്താവിനോടുകൂടെ ആത്മീയതയുടെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷം. താഴെയും കുറേ ശിഷ്യന്മാരുണ്ട്. താഴത്തെ ശിഷ്യന്മാരെ ഒന്ന് നോക്കിയേ. 37-ാം വാക്യം. അതിന്റെ പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, സമയ ചുരുക്കം കൊണ്ട് അത്രയും വായിച്ചാൽ മതി. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി.
അവർ താഴോട്ട്, ഇവര് 3 പേരും താഴോട്ട് ഇറങ്ങി വന്നു. താഴ്വരയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? താഴ്വരയില് ഒരാൾ പറയുകയാണ്, കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവിനെ പിടിച്ചിട്ട് അവൻ പൊടുന്നവനെ നിലവിളിക്കുന്നു, അത് അവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. കൊണ്ടാണ് കർത്താവ് മലമുകളിലേക്ക് പോയത് പ്രാർത്ഥിക്കാനായിട്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 12 പേര് 3 കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 9 പേര് താഴെയുണ്ട് അല്ലേ? അവർ ഒട്ടും മോശക്കാരല്ല, കർത്താവിനോട് കൂടെ സഞ്ചരിച്ചവരാണ്. അവരുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു, അവനെ ഒന്ന് പുറത്താക്കണം. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാർക്കരോട് അപേക്ഷിച്ചു, അവർക്കതിന് കഴിഞ്ഞില്ല. ഈ താഴ്വരയിൽ നിൽക്കുന്ന അനുഭവത്തിൽ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. കർത്താവിനോടുകൂടെ ഒരു ആത്മീയതയുടെ ആ അനുഭവത്തിൽ ജീവിക്കാതെ ഈ താഴ്വരയിൽ, ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ, ഈ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ, ഈ ലോകത്തിൻ്റെ മേന്മയിൽ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ആരോഗ്യം, പണം, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ വരിച്ച് നിൽക്കുമ്പോൾ, ഈ താഴ്വരയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുകയില്ല. ആമേൻ. സ്വർഗീയ ദർശനത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ, വിഷൻ, ദർശനം ലഭിക്കാനായിട്ടിടയാകുകയില്ല. കാരണം ഈ ലോകത്തിലെ പറ്റുമേനി നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് അവനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചിന്ത മുഴുവൻ എന്തായിരുന്നു എന്നറിയാമോ? 46-ാം വാക്യം. അവരിൽ വെച്ച് 6 വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. അതാ പ്രശ്നം. എന്തുകൊണ്ട് അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയാഞ്ഞത്? ഈ മനുഷ്യന്റെ ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്താ? താഴ്വരയിൽ അവർ ചിന്തിക്കുന്നത് മുഴുവൻ എന്താണെന്നറിയാമോ? 6 വലിയവൻ. അവരിൽ വെച്ച് 6 വലിയവൻ എന്ന വാദം അവരുടെ ഇടയിൽ. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിൽ ആരാ വലിയവൻ അല്ലേ? ഞാനാണോ വലുത്, നീയാണോ വലുത്? സഭയിൽ എന്താ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാത്തത്? കൂട്ടായ്മയിൽ എന്താ ദൈവ പ്രവൃത്തി ഉണ്ടാകാത്തത്? എന്താ പുതിയ ആത്മാക്കൾ കടന്നു വരാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആ വേല സുഗമമായി നടക്കാൻ ഇടയായി തീരാത്തത്? എന്താ കാരണം? ആ താഴ്വരയുടെ അനുഭവങ്ങളിൽ ഇന്ന് അനേകർ കുടുങ്ങിയിരിക്കുക. ലോകത്തിന്റെ അനുഭവത്തിൽ, ലോകത്തിന്റെ താല്പര്യങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ ഇച്ഛകളിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങളും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായ ദൂതുകളും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായ സന്ദേശങ്ങളും കേട്ട് പിന്നെയും ലോകത്തോടുള്ള പറ്റുമേനി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഭൂതങ്ങൾ പുറത്താകാത്തത്, രോഗികൾ സൗഖ്യമാകുവാനിടയായി തീരാത്തത്, അത്ഭുതങ്ങൾ സംഭവിക്കാനിടയായി തീരാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെയും നിങ്ങളെയും മലയുടെ മുകളിൽ കർത്താവിനോടുകൂടെ ഉന്നതങ്ങളിൽ ഒരു ആത്മീയ അനുഭവത്തിൽ അവനോടുകൂടെ പാർക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനോടുകൂടെ ആത്മീയ അനുഭവത്തിൽ പാർക്കാൻ പ്രത്യേക ഭാഷ വേണ്ട, പ്രത്യേക സ്ലാങ് വേണ്ട, പ്രത്യേക ടോൺ വേണ്ട. ഞാനൊരിക്കൽ വേണാട് എക്സ്പ്രസ്സിൽ ഇങ്ങനെ ഇവിടുന്ന് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായയും വടയും വിൽക്കുന്ന ഒരാൾ വന്നു. അയാളിങ്ങനെ ചായ വടയെന്ന് അയാളുടെ ട്യൂണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അയാളുടെ ഒരു കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അയാൾ അവിടെ നിന്നു. എൻ്റെ തൊട്ടടുത്ത് ആ മനുഷ്യനിരിക്കുന്നത്. അയാളോട് സംസാരിച്ചു. അയാളോട് സാധാ ട്യൂണിൽ മനുഷ്യന്മാർ നമ്മളൊക്കെ പറയുന്നത് പോലെയുള്ള ഭാഷയിൽ അയാളോട് സംസാരിച്ചു. എടാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. 5 മിനിറ്റ് അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം പുള്ളിയുടെ ട്യൂണ് പിന്നെയും മാറി. പിന്നെ ഉള്ളിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് വരുന്ന ട്യൂണായി ചായ വട എന്നൊക്കെ ഉള്ള പ്രത്യേക ട്യൂണിലേക്ക് മാറി. എന്തുകൊണ്ടാ? ഇത് അഭിനയമാണ് അല്ലേ? കച്ചവടത്തിന് വേണ്ടിയുള്ള അഭിനയം. എൻ്റെ കർത്താവിനോട് കൂടെ പാർക്കാൻ യാതൊരു ട്യൂണിൻ്റെയും ആവശ്യമില്ല. എൻ്റെ കർത്താവിനോട് കൂടെ പാർക്കാൻ പ്രത്യേക ശബ്ദത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ കർത്താവിനോട് കൂടെ ചെലവഴിപ്പാൻ മറ്റ് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. എൻ്റെ കർത്താവിനെ ഒന്ന് കർത്താവെ, നിന്നോട് കൂടെ ആയിരിക്കാനായിട്ട് എനിക്കിടയായി തീരണമെന്നുള്ള ആഗ്രഹമുണ്ടോ എനിക്ക് നിങ്ങൾക്കും? നമുക്ക് മടങ്ങി വരാം യോഹന്നാനിലേക്ക്. അവിടെ നമ്മൾ കാണാനിടയായി തീർന്നത് എന്താണ്? 39-ാം വാക്യം. വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. ആമേൻ. അന്ന് അവനോടുകൂടെ പാർത്തു. They remained with him.
അന്ന് മാത്രമല്ല, ചരിത്രം പഠിക്കുമ്പോൾ അല്ലേ, അവരുടെ ജീവിതകാലം മുഴുവൻ അവനോടുകൂടെ പാർത്തു. ആമേൻ. അവരുടെ ജീവിതകാലം മുഴുവൻ ഈ കർത്താവിനോടുകൂടെ പാർക്കുവാനും, ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാനും, ഈ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനും, ഈ കർത്താവിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അല്ലെങ്കിൽ മാർട്ടിയറായി തീർന്ന് തങ്ങളെ തന്നെ രക്തസാക്ഷികളായി തീർന്ന് ഈ കർത്താവിനോടുകൂടെ മരിക്കാനുള്ള ഒരു താല്പര്യത്തോടുകൂടെ അവർ ആത്മീയ ജീവിതം നയിക്കാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ പറ്റുമേനിയിലും ഈ ലോകത്തിൻ്റെ താല്പര്യത്തിലുമായിരിക്കുമ്പോൾ നമ്മളിൽ ആർ വലിയവരെന്നുള്ള തർക്കം നമ്മെ നേരിട്ടുകൊണ്ടിരിക്കും. ആരാ വലിയവൻ? ഞാനാണോ വലുത്? നീയാണോ വലുത്? നീ പറയുന്നതാണോ ശരി? ഞാൻ പറയുന്നതാണോ ശരി? ആർ വലിയവൻ? 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പോലും ഈ ഒരു തർക്കമുണ്ടായിരുന്നു. അത് താഴ്വരയുടെ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുകയില്ല. ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ, അവനോടുകൂടെ സമയം ചെലവഴിക്കണമെങ്കിൽ, അവനോടുകൂടെ പാർക്കണമെങ്കിൽ താഴ്വരയുടെ അനുഭവം വിട്ടിട്ട് കർത്താവുമായിട്ട് ഒരു ഇൻറ്റിമസി ഉണ്ടാകുവാനായിട്ടിടയാകണം. അതാ ഈ അപ്പോസ്തലന്റെ അനുഭവം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. അവർ യേശുവിനോട് കൂടെ പാർത്തു. ആമേൻ. എല്ലാ കാലവും അവർ യേശുവിനോട് കൂടെ പാർക്കാനായിട്ട് ഇടയായി. 41-ാം വാക്യം. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തെല്ലാമാണ്? അവർ യേശുവിൻ്റെ അവർ യോഹന്നാൻ പറഞ്ഞത് കേട്ടു, അനുസരിച്ചു. 2, അവർ യേശുവിനെ അനുഗമിച്ചു. 3, കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തോടെ നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവരോട് മറുചോദ്യം ചോദിച്ചു. 4, അവർ അവനോടുകൂടെ പാർക്കുവാനായിട്ടിടയായി. 5, അന്ത്രയാസ് എന്ത് ചെയ്യാനായിട്ടിടയായി തീർന്നു? ഈ സത്യം മനസ്സിലാക്കി ഒരു രാത്രി കർത്താവിനോടുകൂടെ പാർത്ത അന്ത്രയാസ് എന്താ ചെയ്യാനായിട്ടിടയായത്? 41-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്താ ഈ അന്ത്രയാസ് ചെയ്തത്? ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ശിമോൻ പത്രോസിന്റെ സഹോദരനെ അന്ത്രയാസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അറിഞ്ഞ സത്യം പങ്കുവെക്കാനായി ഇടയായി. ഒരു രാത്രി കർത്താവിനോടുകൂടെ ചെലവഴിച്ചതേ ഉള്ളൂ. അന്ത്രയാസിന് മനസ്സിലായി യേശു ആരാണ്? യേശു മശിഹയാകുന്നു എന്ന് മനസ്സിലായി. കുറേ വർഷങ്ങളായിട്ട് ആത്മീയ ജീവിതം നയിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ യേശു മശിഹയാണ് എന്ന്? യേശു മശിഹയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, യേശുവിനെ മശിഹയായി ക്രിസ്തുവായി കണക്കാക്കാനായിട്ടിടയായി തീരുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. യേശുവിനെ യേശുവായി മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഈ പച്ചുമേനിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം, യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നു അല്ലേ? യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഉള്ളതാ. ഇതൊന്നും ഇല്ലാത്തതാന്ന് ഞാൻ പറയുന്നില്ല. ശ്രദ്ധിച്ചോണം. യേശുവിനെ യേശുവായി മാത്രം മനസ്സിലാക്കാതെ യേശുവിനെ ആരായിട്ട് മനസ്സിലാക്കണം? മശിഹയായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് മനസ്സിലാക്കണം. യേശു എന്നത് ഈ ലോകത്തിലെ പേരാണ്. ആ കാലത്ത് പലരുണ്ടായിരുന്നു. യേശു എന്ന പേരുള്ള പലരുണ്ടായിരുന്നു. സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യേശു എന്നുള്ളത് ഈ ലോകത്തിലെ പേരാണ്. ഈ ലോകത്തിലെ പച്ചുമേനിക്ക് അല്ലേ യേശുവിൻ്റെ പേരാണ് അനേകർ ഉപയോഗിക്കുന്നത്. എന്നാൽ മശിഹ എന്ന് പറയുന്നത് ഒരൊറ്റയാളേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നു? മശിഹ എന്ന് പറയുന്നത് ഒരൊറ്റയാളേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹ. ആ ഒരു സ്വർഗീയ ദർശനം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയുള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ ഒരു കാലത്ത് രോഗസൗഖ്യത്തിന് വേണ്ടിയും ഭൗതിക നന്മയ്ക്ക് വേണ്ടിയും നല്ലൊരു ബെറ്റർ ജോലിക്ക് വേണ്ടിയും ഒരു വിസയ്ക്ക് വേണ്ടിയും ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യനാണ്. എന്നാൽ എന്നാണോ യേശുവിനെ ക്രിസ്തുവായി മശിഹയായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അപ്പോഴാണ് സകലവും വിട്ട് യേശുവിനെ പിൻപറ്റുവാൻ, ഈ മശിഹായെ പിൻപറ്റുവാനായിട്ട് എൻ്റെ ജീവിതത്തിലിടയായി തീർന്നത്. ഇവിടെ അന്ത്രയാസ് പറയാനായിട്ടിടയായി തീർന്നത്, പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് ഒരു രാത്രി യേശുവിനോടുകൂടെ സമയം ചെലവഴിച്ചപ്പോൾ അവൻ്റെ ദർശനം മാറി, അവൻ്റെ കാഴ്ചപ്പാട് മാറി, അവൻ്റെ സ്വഭാവം മാറി. അവൻ പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു.
മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഹീസ് വൺ ആൻഡ് ഓൺലി. അവൻ ഏകനാണ്, അവൻ ഒറ്റൊരുത്തൻ മാത്രമേ ഉള്ളൂ. ഇന്നും യഹൂദന്മാർക്ക് മനസ്സിലാകാത്തത് ഈ യേശു മശിഹയായിരുന്നു എന്നുള്ളതാ. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് യേശു മശിഹയാണ്. അവൻ കർത്താവാണ്, അവൻ ക്രിസ്തുവാണ്. അവൻ എനിക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ട് താണിറങ്ങി ഈ ലോകത്തിൽ വന്ന് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ കൈകാലുകൾ വിരിച്ച് അവൻ യാഗമായി തീർന്നത് എന്നെ പിതാവിനോട് ബന്ധിപ്പിക്കുവാനാണ്, സ്വർഗത്തോട് നിരപ്പിപ്പാനാണ്, എന്നെ ആ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനാണ് മശിഹ ഈ ലോകത്തിലേക്ക് യേശുവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുവാനായിട്ടിടയായി തീർന്നത്. ആമേൻ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, രോഗം വന്നാലും പ്രശ്നമല്ല, ക്യാൻസർ വന്നാലും പ്രശ്നമല്ല, മരണം നേരിട്ടാലും പ്രശ്നമല്ല. ആമേൻ. എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. അതാ നമ്മൾ പാടാറ്. നമ്മൾ പാട്ടിൽ ഒത്തിരി നുണ പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് പാട്ടിലാണ്, അല്ലേ? പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്. സർവവും യേശുനാഥനായി സമർപ്പണം, അല്ലേ? 500 നോട്ട് മാറ്റി വെച്ചിട്ട് 50 രൂപ സ്വത്രാഴ്ച ഇടുമ്പോഴും നമ്മൾ പാടുന്നത് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ, അല്ലേ? അല്ല, പിന്നെ പറയുന്നതെല്ലാം അതാണല്ലോ. ഇന്നും നമ്മൾ പാടി. നല്ല പാട്ടായിരുന്നു ബിനു ബ്രദർ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുമോ. വളരെ ബ്യൂട്ടിഫുൾ പാട്ടായിരുന്നു. ആത്മാവിനെ കുറിച്ച് പാടി. അതിലൊരു വരി, ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടും. പാട്ട് നല്ലതായിരുന്നു, വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു കൊയറിന് എല്ലാവരെയും, അല്ലേ? അതിലൊരു വരിയുണ്ട്, ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടും. എരിഞ്ഞിടാൻ പോയിട്ട്, അല്ലേ, നമ്മുടെ രോമത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു തീയ പാസ് ചെയ്താൽ മതി, നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ പാടുമ്പോൾ ഓർത്ത് പാടണം കേട്ടോ. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടുമെന്ന് പാടുമ്പോൾ കത്തി എരിയാനുള്ള മനസ്സോടുകൂടെ പാടണം. അതിൻ്റെ അടുത്ത വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇന്നിപ്പോൾ സമയമില്ല, പിന്നീട് നിങ്ങൾ അതിൻ്റെ അടുത്ത വരികളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഞാൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ വരികൾ ആണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അത് എഴുതിയ ആളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലേ? അതിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞ് ഞാൻ നിൻ്റെ സാക്ഷിയായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ തീ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ വരുന്നത് എന്താണെന്നറിയുമ്പോൾ, സഭായോഗത്തിൽ വന്നിരുന്നു ഇങ്ങനെ തീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപരിവിപ്ലവമായി കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾ തീ എന്ന് വിചാരിക്കുന്നത്. അത് തീ ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ അതിനെയൊന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ആ തീയെ കത്തി എരിഞ്ഞിട്ട് നമ്മളില്ലാതാകണം. ആമേൻ. ഞാനില്ലാതാകണം. ഞാനില്ലാതായി ആ ക്രിസ്തു എന്നിൽ ജീവിക്കാനായിട്ടിടയായി തീരുന്നില്ല എങ്കിൽ ഈ തീ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകളെ മുന്നോട്ട് കൊണ്ടുപോട്ടെ. വളരെ വേഗത്തിൽ അറിഞ്ഞ സത്യം അവർ പങ്കുവെച്ചു. അന്ത്രയോസിന് ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ത്രയോസ് ഒരു രാത്രി യേശുവിനോടുകൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനെ, തൻ്റെ സഹോദരനായ പത്രോസിനെ യേശുവിനെ പരിചയപ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യം വായിച്ച് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറൊരു കൂട്ടം ആളുകളെ കർത്താവിലേക്ക് നേടുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 12, 20, 21, 22. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാരുണ്ടായിരുന്നു. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്ന ചിലരിൽ യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സേദക്കാരായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. അവർ ചെന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞത്, അന്ത്രയാസും ഫിലിപ്പോസിനോട് കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ആ യവനന്മാരെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, അന്ത്രയാസിന്റെ 5ാമത്തെ സ്വഭാവം, ഒന്ന് കേട്ടു, അനുസരിച്ചു, യേശുവിനോട് കൂടെ പാർത്തു, അല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുള്ളവനായിരുന്നു. അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരു സ്വഭാവം അന്ത്രയാസിനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കുമുണ്ടോ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതായ ഒരു സ്വഭാവം? ഈ കർത്താവിനെ കുറിച്ച്, ഈ കർത്താവിലേക്ക് മറ്റുള്ളവരെ നടത്തുന്നതായൊരു സ്വഭാവം? ഒരു ആംബയുടെ ഒരു റെപ്രസെന്റിനെ ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ആംബേക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 10 പേരോട് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയും. എനിക്ക് ലജ്ജ തോന്നി, അല്ലേ? ആംബയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അയാൾ പറയുകയാണ്, ഞാൻ കുറഞ്ഞതൊരു ദിവസം 10 പേരോട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയും. നമ്മളോ, നമ്മുടെ പ്രോഡക്റ്റ് ബെറ്റർ ആണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ പറയും, അല്ലേ? നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം.
നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം, നമുക്ക് തന്നെ ഒരു ബലം വേണം, അല്ലേ? അന്ത്രയാസിന് ആ ഒരു ബലമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ത്രയാസ് എന്ത് ചെയ്തു? പറയുക മറ്റുള്ളവരോട്, പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. വി ഹാവ് ഫൗണ്ട് മസയ. ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദർശനം മാറട്ടെ ഈ ദിവസങ്ങളിൽ. 6 അധ്യായത്തിൻ്റെ 9 വാക്യം. ഞാൻ സമയത്ത് നിർത്തും. 6 അധ്യായത്തിൻ്റെ 9 വാക്യം. 6 അധ്യായം, യോഹന്നാൻ 6:9. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്വവും 2 മീനുമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെടുത്തും അന്ത്രയാസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ത്രയാസ് പറയുകയാണ്, ഒരു ബാലകനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവന്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവേ, എനിക്കറിയാം, അതിന് നെഗറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത്, അതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കർത്താവേ, ഇത്രയും ജനക്കൂട്ടമുണ്ടല്ലോ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പലരും അന്ത്രയാസിനെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. എന്നാൽ ഞാൻ അന്ത്രയാസിനെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ ജനക്കൂട്ടമുണ്ടല്ലോ, മാനുഷിക ചിന്ത വെച്ച് കുറച്ചേ ഉള്ളൂ, പക്ഷേ യു ക്യാൻ. എൻ്റെ കർത്താവിന് അതിനെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം യു ആർ മസയ, നീ മശിഹായാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ സ്വർഗം തുറന്ന് താണിറങ്ങി വന്നവനാണ്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ളവനായിരുന്നു. ബി ഒപ്റ്റിമിസ്റ്റിക് ഓൾവേസ്, അല്ലേ? നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നതാ, കർത്താവിനെ പിന്തുടരുമ്പോൾ, കർത്താവിൽ ജീവിക്കാനായിട്ടിടയായിത്തീരുമ്പോൾ, രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ എന്ത് കടന്നു വന്നാലും ബി ഒപ്റ്റിമിസ്റ്റിക് ഓൾവേസ്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനായിട്ടിടയായിത്തീരുക. യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹീസ് മശയ, അവൻ മശിഹ ആയതുകൊണ്ട്, അവൻ എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഏത് പ്രതികൂലവും ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും മാറി എന്നെ അത്ഭുതകരമായി നടത്തുവാനായിട്ട് മതിയായവനാ കർത്താവ്. ഭൗതികമായി മാത്രമല്ല, ആത്മീയ തലത്തിലും അത് അന്ത്രയാസ് വിശ്വസിക്കാനായിട്ട് ഇടയായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മർക്കോസ് സുവിശേഷം 13 അധ്യായത്തിൻ്റെ 3-4. അന്ത്രയാസിൻ്റെ മറ്റൊരു സ്വഭാവം. മർക്കോസ് സുവിശേഷം 13:3-4. അന്ത്രയാസിന് എന്തുണ്ടായിരുന്നു എന്നറിയാമോ? പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയാസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം. ഒരു ചോദ്യം കൂടെ അന്ത്രയാസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അത് എപ്പോൾ സംഭവിക്കും? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ ആ കർത്താവിനെ കണ്ടെത്തി, കർത്താവിൽ നിന്ന് വചനങ്ങളെ കേട്ട് കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ മുതൽ അന്ത്രയാസിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്, അല്ലേ? എന്താണ്? കർത്താവെ, അതെപ്പോൾ സംഭവിക്കും? മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ നിന്റെ 2ാമത്തെ വരവ്. കർത്താവിനോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, അവൻ മരിക്കും, അല്ലേ? 3-ാം ദിവസം ഈ ദേവാലയം പൊളിച്ച് 3 നാൾ കഴിയുമ്പോൾ അതിനെ പുതുക്കി പണിയുന്നത് പോലെ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാനായിട്ടിടയായിത്തീരും. ഇതെല്ലാം ഓൾറെഡി ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അന്ത്രയാസിൻ്റെ ആഗ്രഹമാണ്, ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? എന്നാൽ അത് നടക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറുണ്ടോ? എൻ്റെ കർത്താവ് എപ്പോൾ വരും? നമ്മുടെ എല്ലാ ഉഴപ്പും മാറണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ എല്ലാ ഉദാസീനതയും മാറണമെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. കർത്താവിൻ്റെ വരവ് ആസന്നമായി, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവ് ആസന്നമായി. യെസ്, വിഘടിക്കുവാനല്ല, ഒന്നിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനായിട്ട്, നമ്മൾ പാടിയതുപോലെ അവന് വേണ്ടി കത്തിയെരിയുവാനായിട്ട്, അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അന്ത്രയാസിനെ കുറിച്ച് ഞാൻ 7 കാര്യങ്ങൾ സംസാരിച്ചു. 8ാമത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ശിഷ്യന്മാരുടെ പട്ടിക നോക്കുമ്പോൾ അന്ത്രയാസിനെ നമ്മൾ കാണുന്നത് 2ാമനായിട്ടാണ്, അല്ലേ? ലൂക്കോസിലും യോഹനാനിലും പട്ടികയിൽ അന്ത്രയാസ് 2ാമനാണ്. ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയപ്പോൾ അന്ത്രയാസിന്റെ സ്ഥാനം 4ാമതാ പട്ടികയിൽ. ഞാനാണെങ്കിൽ പിണങ്ങിയനെ. പത്രോസിന്റെ പേരാ 1ാമതിട്ടത്, അല്ലേ? ഞാനാണെ ചൂടായനെ. ഈ ലിസ്റ്റ് ഇട്ടത് ആരാന്ന് ഞാൻ ചോദിച്ചതന്നെ. കാരണം ഞാനല്ലേ ഈ പത്രോസിനെ കൊണ്ടുവന്നത്. പത്രോസിന് മശിഹായെ പരിചയപ്പെടുത്തിയത് ഞാനല്ലേ.
അങ്ങനെയാണെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ ആരാ വരേണ്ട ഒന്നാമത്? അല്ലേ? ഞാനാ വരേണ്ടത്, അന്ത്രയാസാ വരേണ്ടത്. പക്ഷേ അന്ത്രയാസിനെ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമനാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ ലിസ്റ്റിൽ 4-മതാണ്. ഒരു പരിഭവവും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ലോകത്തിനു വേണ്ടിയല്ല ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ഈ ആരാധനാ യോഗത്തിൽ അന്ത്രയാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് കേൾക്കുന്നവനായിരുന്നു. യോഹന്നാൻ പ്രസംഗിച്ചത്, യേശുവിനെ കുറിച്ച്, മശിഹായെ കുറിച്ച് പ്രസംഗിച്ചത് അവൻ കേട്ടു, ഹൃദയം കൊണ്ട് കേട്ടു. നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം ഹൃദയം കൊണ്ട് കേൾക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2, അവനെ യേശുവിനെ അനുഗമിച്ചു. ദേ ഫോളോഡ് ജീസസ്. അവർ യേശുവിനെ അനുഗമിച്ചു, എല്ലാ അർത്ഥത്തിലും യേശുവിനെ അനുഗമിച്ചു. ഞായറാഴ്ച മാത്രമല്ല, 7 ദിവസം അവർ യേശുവിനെ അനുഗമിച്ചു. 3, അവനോടൊരു ചോദ്യം ചോദിച്ചു, അല്ലേ? കർത്താവ് അവരോടും ഒരു ചോദ്യം ചോദിച്ചു. കർത്താവിനോട് ചോദിച്ചു, നീ എവിടെ പാർക്കുന്നു? കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഇന്ന് പകൽക്കാലം ആ ശബ്ദം, ആ ചോദ്യം എന്നെയും നിങ്ങളെയും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ടിടയാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, മെസ്സേജ് കേട്ടിട്ട് സന്തോഷത്തോടെ ആരും പോകരുത്, ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകണം. ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾ ആരും സന്തോഷിച്ചു പോകരുത്, ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകണം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ആ ചോദ്യം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണം. വാട്ട് യു സീക്ക്? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ഭൗതികമായ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ സമയം മെനക്കെടുത്തരുത്. TV-യിലൊക്കെ നല്ല പ്രോഗ്രാമുണ്ട്, അത് കണ്ട് വീട്ടിലിരിക്കുക. അല്ല, ആത്മീയ തലമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ, നിങ്ങൾ സ്വർഗരാജ്യമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ, ആ രാജ്യത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, മശിഹായെ കണ്ടെത്തുക, അവനെ പിന്തുടരുവാനായിട്ടിടയായി തീരുക. അതാണ് അന്ത്രയാസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ അന്ത്രയാസിന് ഒരു ചോദ്യമുണ്ടായിരുന്നു, കർത്താവേ, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് എപ്പോഴാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ എടുക്കപ്പെടാനായിട്ടിടയായി തീരുമോ? അതോ രോഗസൗഖ്യവും ഭൗതിക നന്മകളും ബിസിനസ്സിലെ വളർച്ചയും എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങളുടെ നന്മയും മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് വ്യഗ്രതയുണ്ടോ, ഒരുക്കമുണ്ടോ? അതിനുള്ള ആകാംക്ഷയോടുകൂടിയാണോ ഞാനും നിങ്ങളുമായിരിക്കുന്നത്? ഒരു അന്ത്രയാസായി തീരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവേ, നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ആ ഒരു സമർപ്പണത്തോടെ കടന്നു പോകാം. വാട്ട് യു സീക്ക്? നീ എന്തന്വേഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സ്വയം കണ്ടെത്തി തൃപ്തരാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.